കാലാനുസൃതമായ മാറ്റം പല രംഗത്തും നമുക്കുണ്ടായിട്ടില്ല. പല പദ്ധതികളും നടപ്പാക്കാൻ നമുക്ക് സ്വപ്നങ്ങളില്ലാതെ ഇരുന്നിട്ടല്ല, നമുക്ക് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുണ്ടാകുന്ന അനാവശ്യമായ കാലതാമസം നമ്മളെ കേരളത്തെ ഇപ്പോൾ പിന്നോട്ട് നടത്തിയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അത് രാഷ്ട്രീയമായി പരസ്പരം കുറ്റപ്പെടുത്തുന്ന ജനാധിപത്യ സമ്പ്രദായം ഒന്നും തെറ്റല്ല. പക്ഷെ രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തലിൻ്റെ അപ്പുറത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഡിസ്കോസാണ്. അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത് ആ ഡിബേറ്റിലും ഡിസ്കോസിലൂടെയാണ്. സാർ, ആ സംവാദം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും നടക്കുന്ന സംവാദങ്ങളിൽ ഒരു ഔട്ട്കം ഉണ്ടാകണം, ഒരു റിസൾട്ട് ഉണ്ടാകണം. ആ റിസൾട്ട് കേരളത്തിന് മാറ്റമുണ്ടാക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന് മാറ്റമുണ്ടാക്കാൻ ഉതകുന്ന ഒരു ഡിബേറ്റ് കേരളത്തിൽ നടക്കണം. ഗവൺമെന്റിനെ വിമർശിക്കണം, ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെ ചൂണ്ടിക്കാട്ടണം. ഗവൺമെന്റ് ആ തെറ്റുകൾ തിരുത്തും. തെറ്റാണ് എന്ന് തോന്നിയാൽ തിരുത്താൻ ഒരു മടിയും ഈ ഗവൺമെന്റിനുണ്ടാവില്ല. അതിന്റെ അപകർഷതാബോധത്തിന്റെ പ്രശ്നമില്ല. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അധികാരമുണ്ട്. ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, ജനപ്രതിനിധികളായ നിങ്ങൾക്ക്, ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും പെട്ടവർക്ക്, മാധ്യമങ്ങൾക്ക്, പൊതുസമൂഹത്തിന് ചൂണ്ടിക്കാണിച്ചാൽ തെറ്റാണ് എന്ന് ബോധ്യമായാൽ അത് തിരുത്തി മുന്നോട്ട് പോകും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷെ മാറ്റമുണ്ടാകണം. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഗവൺമെന്റിനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നു ഇന്ത്യയിൽ ആദ്യത്തെ ഒരു പ്രതിപക്ഷമാണ്. ഗവൺമെന്റിനെ ഞങ്ങൾ ശക്തമായി വിമർശിച്ചപ്പോൾ, ഗവൺമെന്റ് എവിടെയെല്ലാം പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ, ആ സർക്കാർ പരാജയപ്പെട്ട സ്ഥലത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ 2 വർഷം മുമ്പേ ചർച്ച തുടങ്ങി. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗങ്ങളിൽ, പൊതുവായ കാര്യങ്ങളിലെല്ലാം നിരവധി വിദഗ്ധരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തി, കോൺക്ലേവ് നടത്തി, നിരവധിയായ ഡോക്യുമെന്റുകൾ ഞങ്ങൾ രൂപപ്പെടുത്തി ഞങ്ങളൊരു ചർച്ച ആരംഭിച്ചിരുന്നു. സാർ, അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പുതുയുഗ യാത്രയിൽ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആ മാറ്റങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കും. സംസ്ഥാനത്ത് മാറ്റമുണ്ടാകണം. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് രംഗങ്ങളിൽ സമഗ്രമായ മാറ്റമുണ്ടാകണം. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റാൻ നമുക്ക് കഴിയും, നമുക്ക് കഴിയണം. സാർ, നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. ബ്രെയിൻ ഡ്രെയിനാണ് നടക്കുന്നത് കേരളത്തിൽ. എല്ലാവരും പോകുന്നത് തടയാൻ കഴിയില്ല. ലോകത്തിലെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണോ ഈ കുട്ടികൾ പോകുന്നത്? അല്ല. അപ്പൊ അതിനൊരു നമുക്കൊരു മാറ്റമുണ്ടാകണം. ആ മാറ്റമുണ്ടാകണമെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസ സമ്പ്രദായം, സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകണം. നമുക്ക് ആരോഗ്യരംഗത്ത് ലോകത്തിന്റെ മുഴുവൻ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തിലെ മാറ്റണമെങ്കിൽ ആരോഗ്യരംഗത്ത് മാറ്റമുണ്ടാകണം. നമ്മുടെ കേരളത്തിന്റെ സവിശേഷതകളെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ആലോചിക്കണം. ഞങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്നത്, ഞങ്ങളുടെ നയം എന്താണ് എന്നാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗം ആരോടുമുള്ള യുദ്ധപ്രഖ്യാപനമല്ല. അങ്ങനെ ഒരു യുദ്ധപ്രഖ്യാപനം ഈ നയപ്രഖ്യാപനത്തിൽ ഇല്ല. ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ സമീപനം, ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കും. സർ, ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ 2 ഗ്യാരണ്ടികൾ, 5 എണ്ണത്തിൽ ആ 2 ഗ്യാരണ്ടികൾ തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ആദ്യഘട്ടം ഈ 15-ാം തീയതി പ്രഖ്യാപിക്കും. 15-ാം തീയതി മുതൽ അത് നടപ്പാവുകയാണ്. സർ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കിയിരിക്കുക. ഒരു വകുപ്പുണ്ടാക്കി, അത് ആ തീരുമാനമെടുത്തു. ആ തീരുമാനം ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടിയാണ്. ഒരുപാട് ലക്ഷ്യങ്ങൾ. അത് ലോകത്തിലെ പല മാതൃകകളും കേരളത്തിൽ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, ഒരു സൊസൈറ്റി പരിഷ്കൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ സൊസൈറ്റി, ആ സമൂഹം,
അവിടുത്തെ മുതിർന്ന പൗരന്മാരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ കണക്കാക്കിയാണ്. സാർ 3-4 വർഷം കഴിയുമ്പോൾ ഈ കേരളം ഈ രാജ്യത്തോട് മുഴുവൻ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇന്ത്യയിലെ ഏറ്റവും പരിഷ്കൃതമായ സമൂഹമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതൊരു ഔദാര്യ വെൽഫെയർ സ്കീമല്ല, മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല അത്. അവരെ കൂടി നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാക്കുന്ന ഒരു സിൽവർ ഇക്കോണമിയാണ്. അത് രാജ്യത്തിന്റെ ഏറ്റവും മോഡലായി കേരളത്തിൽ നമ്മൾ തുടക്കമിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സാർ, നമുക്ക് ഒരുപാട് സ്വപ്ന പദ്ധതികൾ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നു. അത് വേറെ ആരുടെയെങ്കിലും പ്രകടന പത്രികയിൽ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതികൾ ഇതിനകത്തുണ്ട്. സാർ, എന്താണ് കേരളത്തിന്റെ സവിശേഷത? നമുക്ക് ചില അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലമില്ല എന്നുള്ളതാണ്. നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്, ജനസാന്ദ്രതയാണ്. പല സംരംഭങ്ങളും തുടങ്ങാനുള്ള ബുദ്ധിമുട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ലാൻഡാണ്. സാർ, നമ്മുടെ സവിശേഷതകളോ? നമുക്ക് 600 കിലോമീറ്റർ തീരപ്രദേശമുണ്ട്, കടലാണ്. നമുക്ക് 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി തുറമുഖങ്ങളുണ്ട്. സാർ, ഇതിനെയെല്ലാം സംയോജിപ്പിച്ച് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം എന്നതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. തുറമുഖ നഗരമാക്കി മാറ്റണം. സാർ, 1ാം ഘട്ടത്തിൽ നമ്മുടെ റോഡുകൾ, ഹൈവേ വരികയാണ്, റോഡുകൾ നിബിഡമാണ് വാഹനങ്ങൾ കൊണ്ട്. സാർ, അതിൽ 50% ലോജിസ്റ്റിക്സ് എങ്കിലും നമുക്ക് കടൽ വഴിയാക്കണം. റോഡിലൂടെ കൊണ്ടുപോകുന്നതിൻ്റെ 4/1 ചെലവിൽ കടലിലൂടെ കൊണ്ടുപോകാൻ പറ്റും, റോഡ് ഫ്രീ ആവും. 2ാം ഘട്ടത്തിൽ നമുക്ക് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങണം, നമുക്ക് ടൂറിസം തുടങ്ങണം, പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകണം. 3ാം ഘട്ടത്തിൽ കേരളത്തിലെ നദികളുമായി അതിനെ സംയോജിപ്പിച്ചുള്ള വളരെ വിശദമായ ഒരു ടൂറിസം പ്രോജക്റ്റ് ഉണ്ടാകണം. കടലിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകുവാൻ കഴിയുന്ന പ്രോക്സിമിറ്റിയുള്ള ടൂറിസത്തെ കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പദ്ധതി. കേരളം ഒരു തുറമുഖ നഗരമായി മാറ്റുമ്പോൾ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതിനോടനുബന്ധിച്ചുള്ള ലോജിസ്റ്റിക് പാർക്കുകൾ ഉണ്ടാകും, ഫിഷറീസ് എക്സ്പോർട്ടുകൾ ഉണ്ടാകും. ഒരുപാട് നമുക്ക് വാല്യൂ ആഡഡ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളാക്കി നമ്മുടെ തുറമുഖങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. സാർ, ദുബായിലെ തുറമുഖം, ദുബായ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അവരുടെ GDP-യിലേക്ക് നടത്തുന്ന കോൺട്രിബ്യൂഷൻ 28% ആണ്. 28% മൊത്തം GDP-യിലേക്ക്, ദുബായിയുടെ GDP-യിലേക്ക് ദുബായ് പോർട്ട് മാത്രം കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ആ ടോട്ടൽ GDP-യുടെ 28% ആണ്. സാർ, നമുക്ക് അതുപോലെ തന്നെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് ഈ ചെറിയ സംസ്ഥാനത്ത്. സാർ, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിൽ 2 സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്, കണ്ണൂരും കൊച്ചിയിലും. സാർ, ഞങ്ങൾ 27 ഏവിയേഷൻ പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഏവിയേഷൻ പ്രോജക്റ്റുകൾ നടത്തി സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റണം എന്നത് UDFിൻ്റെ സ്വപ്നമാണ്. സാർ, നിങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു മലയാളിയാണ് മാനേജിംഗ് ഡയറക്ടർ. ആ ബാംഗ്ലൂർ എയർപോർട്ട് മാത്രം ഡെവലപ്പ് ചെയ്ത് കർണാടകത്തിലെ GDP-യിലേക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5% ആണ്. ഒരു എയർപോർട്ട് മാത്രം കൊടുക്കുന്ന സംഭാവനകൾ, അതും ലോജിസ്റ്റിക്സും മറ്റ് ഒരുപാട് മാർഗങ്ങളിലൂടെയാണത്. വിമാനം വന്നിറങ്ങുകയും വിമാനം ആളുകൾ കയറിപ്പോവുകയും ചെയ്യുന്ന സ്ഥലത്തിനപ്പുറത്തായിട്ട് ഏവിയേഷൻ പോസിബിലിറ്റീസ്, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ അഡ്വാൻറ്റേജസ്, നമ്മുടെ സാധ്യതകളാണ് ഞങ്ങൾ അന്വേഷിച്ചത്. അത് ഒരുപാട് പേരുമായി, ഇപ്പോൾ പോർട്ടിൻ്റെ പ്രോജക്റ്റ് ഞങ്ങൾ മാരിടൈം എക്സ്പേർട്സുമായി, ഷിപ്പിംഗ് എക്സ്പേർട്സുമായി, സാമ്പത്തിക ഉപദേഷ്ടാക്കളുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോജക്റ്റ് ഫൈനൽ പ്രോജക്റ്റിലേക്ക് വരികയാണ്. ബജറ്റ് ആവുമ്പോൾ ഏകദേശ രൂപമാവും. ഏവിയേഷൻ എക്സ്പേർട്ടുകളുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയണം. വ്യവസായ സംരംഭങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും ഒക്കെ തുടങ്ങാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. വലിയ മാറ്റമുണ്ടാക്കിയതാണ്. പക്ഷേ
നമുക്ക് അതിൻ്റെ വേഗത, അതിൻ്റെ വെലോസിറ്റി അത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. നമുക്ക് ലാൻഡ് ബാങ്ക് ഉണ്ടാകണം. എവിടെയെല്ലാം നമുക്ക് സ്ഥലം കൊടുക്കാൻ പറ്റും, എവിടെയെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് ടൂറിസത്തിനാണെങ്കിലും ഇൻഡസ്ട്രിക്കാണെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണം. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റുന്നൊരു സംസ്ഥാനമാണ്. നമ്മൾ ആശയങ്ങൾ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഐഡിയാസ് ലോകവ്യാപകമായി ഇൻവൈറ്റ് ചെയ്ത് ആ ആശയങ്ങളെ ഷോക്കേസ് ചെയ്ത് ആ സംരംഭങ്ങൾ തുടങ്ങാൻ വരുന്ന ആളുകൾ ചെറുപ്പക്കാരായിരിക്കും കൂടുതൽ. അവരിൽ ചിലർ ടെക്നിക്കലി അവർക്കൊരു എക്സ്പെർട്ടൈസ് ഉണ്ടാവും, വൈദഗ്ധ്യം ഉണ്ടാവും ടെക്നിക്കലായി. പക്ഷെ അവർക്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചോ അവർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചോ അവർക്ക് വൈദഗ്ധ്യം ഉണ്ടാവില്ല. ഇപ്പം ഗവൺമെൻറ് ഒരു മാനേജ്മെൻറ്റ് മെൻറ്ററിനെ പ്രൊവൈഡ് ചെയ്യണം. ചിലർ വരുന്നത് മാനേജ്മെൻറ്റും അറിയാം, മാർക്കറ്റിങ്ങും അറിയാം, പക്ഷേ ടെക്നിക്കൽ സൈഡ് വീക്കായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് അവർക്കൊരു ടെക്നോ മെൻറ്ററിനെ കൊടുക്കണം. ടെക്നോ മെൻറ്ററിനെയും മാനേജ്മെൻറ്ററിനെയും റിവോൾവിംഗ് ഫണ്ടും കൊടുത്ത് ആ സംരംഭങ്ങളെ സൂക്ഷ്മതയോടുകൂടി ഒരു ഗാർഡിയൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യണം. സാർ, നിരവധി പദ്ധതികൾ നമുക്ക് തുടങ്ങാൻ പറ്റും. നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കും അനുസരിച്ചുള്ള നിരവധിയായ പദ്ധതികൾ നമുക്ക് കേരളത്തിൽ തുടങ്ങാൻ പറ്റും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാകണം. ഗവൺമെൻറ് ഒന്നും ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നില്ല, ഒരു തെറ്റും വേണ്ട, അത് പഴയ കാലമാണ്. ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററുടെ റോളായിരിക്കും ചെയ്യുന്നത്. ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ വിത്തിൻ 3 to 5 years തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് വരണം. ഗവൺമെൻറ് അല്ല ബിസിനസ് റൺ ചെയ്യുന്നത്. ബിസിനസ് റൺ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. അത് അവർക്ക് ആവശ്യമായ റെഗുലേഷൻസ് നടത്തി നമുക്ക് വളരെ ലളിതവൽക്കരിച്ച് ഒരു സംരംഭം തുടങ്ങാൻ കേരളത്തിൽ വന്നാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള പഴയ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതി മാറ്റി കേരളത്തിൽ എല്ലാവരും ചേർന്ന് അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അതിനുള്ള ഒരു ഇക്കോസിസ്റ്റം കേരളത്തിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം. നമുക്ക് 2-3 സംരംഭങ്ങൾ തുടങ്ങിയാൽ ആ മെസ്സേജ് കേരളത്തിന് പുറത്തേക്ക് പോവും. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയേ നമുക്ക് മതിയാവും. ആ MSME സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അത്തരം സമീപനമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. സർ, ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, കാലഹരണപ്പെട്ട കോഴ്സുകളാണ്. ഞാൻ പഠിക്കുമ്പോൾ 90% മാർക്കുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ചില കോഴ്സുകൾ ഇപ്പോഴും പഠിപ്പിക്കുകയാണ്. ആ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് ആണ്, ഒരാവശ്യമില്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയില്ല. അതുകൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. നമുക്ക് ലോകത്തിലെ തൊഴിൽ രംഗം മാറുന്നതനുസരിച്ച് അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കരിക്കുലം ചേഞ്ച് വേണം. നമുക്ക് പുതിയ കോഴ്സുകൾ ഉണ്ടാകണം. ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടാകണം. ഇന്ന് വളരെ വേഗത്തിലാണ് തൊഴിൽ മേഖല മാറുന്നത്. ഇന്നുണ്ടാകുന്നൊരു തൊഴിൽ 4 കൊല്ലം കഴിഞ്ഞാൽ ഇല്ല, അവിടെ ക്ലോസ്ഡ് ആവുകയാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് വേറൊരു ഓപ്പണിംഗ് ഉണ്ടാവുകയാണ്. സ്കില്ലായിട്ടുള്ള ഒരു വർക്കർക്ക് പെട്ടെന്ന് ജോലി ഇല്ലാതാവുകയാണ്. അയാളെ നമ്മൾ റീസ്കില്ല് ചെയ്ത് അതിനെ അയക്കണം. ഇതാണ് ലോകത്തെ തൊഴിൽ രംഗം. ആ തൊഴിൽ രംഗത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കരിക്കുലത്തിൽ ചേഞ്ച് വരുത്തണം. ബാക്കിയുള്ള തൊഴിൽ മേഖലകളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലും പുറത്തും അവർക്ക് തൊഴിലവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത്. സർ, അതുപോലെ തന്നെ അതിശക്തമായൊരു നിലപാട് നമ്മളെ മയക്കുമരുന്നിനെതിരായി സ്വീകരിക്കണം കേരളം. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ് നമ്മുടെ യുവത്വം എന്ന് പറയുന്നത്. നമ്മുടെ ജനസംഖ്യയിലെ ഒരു 60-65% ആ യങ്സ്റ്റേഴ്സാണ്. മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഭാവിയിൽ വലിയ ശുഭപ്രതീക്ഷയോടുകൂടി ഭാവിയെ കാത്തിരിക്കുന്നതിൻ്റെ കാരണം കൺസ്ട്രക്റ്റീവായ ക്രിയേറ്റീവായ ഒരു യുവത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. ആ യുവത്വത്തെ കൊലയ്ക്ക് കൊടുക്കാൻ നമുക്ക് സമ്മതിക്കാൻ പാടില്ല. അപകടകരമായ രീതിയിൽ മയക്കുമരുന്ന് വ്യാപനമുണ്ടാകുന്നു കേരളത്തിൽ. ഏത് വിദൂര ഗ്രാമത്തിലും ഏത് സബ്സ്റ്റൻസും 10-15 മിനിറ്റ് കൊണ്ട് ലഭിക്കും. അത്രയും വലിയ നെറ്റ്വർക്കാണ് അവർക്കുള്ളത്. ആ ചെയിൻ നമ്മൾ തകർക്കണം. നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് ഈ ഇത് വലിക്കുന്ന കൺസ്യൂമേഴ്സിനാണ്. NDPS ആക്ട് അനുസരിച്ച് അപ്പം തന്നെ ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിയാണ്. അവൻ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ നിന്നത് ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ പിന്നെയും പോയി പുറത്ത് വലിക്കുകയാണ്. നമുക്ക് ഈ ശൃംഖല തകർക്കണം, ഈ സോഴ്സ് തകർക്കണം. അതിന് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഏജൻസികളാണ് നമ്മുടെ പോലീസും നമ്മുടെ എക്സൈസും എന്ന് നമ്മൾ തെളിയിക്കണം.
നമ്മൾ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും മതസംഘടനകളും അവയർനെസ് ഏറ്റെടുക്കണം, ബോധവൽക്കരണം ഏറ്റെടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് കേരളം ഒരുമിച്ച് പ്രഖ്യാപിച്ച് ഇതിന് അന്ത്യം വരുത്തണം. ഇതിൻ്റെ മുന്നിൽ നമ്മൾ കീഴടങ്ങിയാൽ പിന്നെ കേരളം ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആഭ്യന്തര വകുപ്പിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ നമ്മൾ ആരംഭിക്കുന്നത്. സർ, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, വന്യജീവികളും മനുഷ്യരുമായിട്ടുള്ള സംഘർഷമുണ്ട്. ഇന്നിവിടെ പലപ്പോഴും ചർച്ച ചെയ്തു. നമുക്കതിന് സത്വരമായ നടപടികൾ സ്വീകരിക്കണം. നമുക്ക് പരമ്പരാഗതമായ മാർഗങ്ങളുണ്ട്, ഇല്ലേ? ഫെൻസിങ് ഉണ്ട്, ബയോ ഫെൻസിങ് ഉണ്ട്, കിടങ്ങുകൾ കുഴിക്കലുണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുമായി അതിൻ്റെ അലോക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ്. അത് ചെയ്യണം. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചു നമുക്ക് ഈ മൃഗങ്ങളെ മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ, ജീവനെ ബാധിക്കാത്ത തരത്തിൽ, കൃഷിയെ ബാധിക്കാത്ത തരത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പു നൽകുന്നു. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് സാധാരണ മനുഷ്യരെ, പാവപ്പെട്ടവരെ, കർഷകരെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും രക്ഷിക്കാനുള്ള അതിശക്തമായ നടപടികൾ ഉണ്ടാകും. നമ്മുടെ പൊതുജനാരോഗ്യ മേഖല നമുക്ക് ശക്തിപ്പെടുത്തണം. പൊതുജനാരോഗ്യം, ക്യാൻസർ കെയർ, മാതൃശിശു ആരോഗ്യം, വയോജനങ്ങളുടെ ആരോഗ്യം, മാനസികാരോഗ്യം എന്നിവ ഉറപ്പുവരുത്തണം. ചികിത്സാ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രത്യേകമായ പരിഗണന കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സർ, ഭൂമി പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂമി പ്രശ്നങ്ങളുണ്ട്. ആളുകൾ, പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലെല്ലാം ആളുകൾ പ്രയാസപ്പെടുകയാണ്. പട്ടയങ്ങൾ കൊടുത്തിട്ട പട്ടയങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സർ, ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണം. സർ, അത് ആ കാലത്ത് അത് വിപ്ലവകരമായ നിയമങ്ങളായിരുന്നു. വിപ്ലവകരമായ നിയമങ്ങൾ, നമ്മുടെ ഭൂനിയമങ്ങൾ ആ കാലഘട്ടത്തിന് അനുയോജ്യമായ നിയമങ്ങളാണ്. പക്ഷെ കാലം മാറി, ലോകം മാറി. അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഭൂനിയമങ്ങളിൽ ഉണ്ടാകണം. ഉപാധിരഹിതമായി പട്ടയങ്ങൾ കൊടുക്കണം. പട്ടയം കൊടുത്ത് വീണ്ടും ഒരു 20 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് ക്രമപ്പെടുത്താൻ വേണ്ടി വീണ്ടും പാശി ചോദിച്ച് ഈ പാവങ്ങളെ ബുദ്ധിമുട്ടുന്ന നടപടിയോട് നമുക്ക് യോജിപ്പില്ല. സാർ, SC ST വിഭാഗങ്ങൾക്ക് അവർക്ക് പ്രത്യേകമായ ഊന്നൽ കൊടുക്കണം. അവർക്ക് ഭവന നിർമ്മാണത്തിന് ശ്രദ്ധിക്കണം. വനാവകാശ നിയമം പൂർണ്ണമായി നടപ്പാക്കണം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് നൽകുന്ന പണം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് കൃത്യമായി കൊടുക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് PSC റിക്രൂട്ട്മെന്റുകൾ വഴി അവർക്ക് ആളുകൾക്ക് കയറാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊരു 3 വർഷം കൂടുമ്പോൾ അത് പരിശോധിക്കണം. ഭരണഘടനാപരമായി അവർക്ക് അവകാശപ്പെട്ട സ്ഥാനങ്ങളിൽ അവർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണം എന്ന നിലപാടിലാണ് SC ST വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഈ സർക്കാരിന് ഉള്ളത്. സാർ, അതുപോലെ ടൂറിസം രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ ടൂറിസവും ഇക്കോ ടൂറിസവും ഡെസ്റ്റിനേഷൻ ടൂറിസവും ഉൾപ്പെടെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി നമുക്ക് നടപ്പാക്കാൻ നമുക്ക് കഴിയും. സർ, നമുക്ക് ഈ വെൽഫെയർ സ്കീമുകളോടൊപ്പം തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൂടി നമുക്ക് വേണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ഞങ്ങളൊരു ധവളപത്രം ഇറക്കാൻ തീരുമാനിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, അത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിട്ടല്ല ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും. യഥാർത്ഥ സ്ഥിതിയാണ്. യഥാർത്ഥ സ്ഥിതി. ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ഫിനാൻസും പ്രശ്നത്തിലാണ്. അതിലേറ്റവും രൂക്ഷമായ പ്രശ്നം അനുഭവിക്കുന്ന സ്റ്റേറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് കേരളമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സർ, ഇപ്പോൾ ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിൽ ഇതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് തരുന്നത്. ആ ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാനാണ്. 35,000 കോടി രൂപയുടെ പ്ലാൻ, പദ്ധതിയാണ്. സാർ,
ഈ ഗവൺമെന്റ് ഈ അധികാരം ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കഴിഞ്ഞ ബജറ്റിലെ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,000 കോടി ഇല്ല. കാരണം എന്താ? ആ പ്ലാൻ തയ്യാറാക്കിയത് നിങ്ങൾ അറിയണം, എല്ലാ MLA-മാരും അറിയണം. ഒരു ഗവൺമെന്റും അഭിമുഖീകരിക്കാത്ത ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നമാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. എന്താണ്? ഇവരെങ്ങനെയാണ് കണക്കാക്കിയത്? ഇവർ കണക്കാക്കിയത് 15ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തിരുന്നു. 55,000 കോടി കൊടുത്തിരുന്നു 5 കൊല്ലമായിട്ട്. ഈ ഗവൺമെന്റ് കിട്ടിയ വലിയ നേട്ടമാണ് കഴിഞ്ഞ ഗവൺമെന്റ്. അപ്പൊ 16ാം ധനകാര്യ കമ്മീഷൻ വരും. 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137 കോടി രൂപ ഈ ഫസ്റ്റ് ഇയറിൽ ലഭിക്കും. അതാണ് അദ്ദേഹത്തിന്റെ കണക്ക്. 16ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തി. സർ, അത് കിട്ടുമെന്ന് കരുതി പ്ലാൻ ആരെങ്കിലും തയ്യാറാക്കും? പ്ലാൻ അത് കിട്ടിയേക്കും. അത് എന്ത് കണക്കാണ്? 14,137 കോടി അത് കിട്ടിയേക്കും. അതായത് 16ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു 14,137 കോടി നമുക്ക് കിട്ടും ഫസ്റ്റ് ഇയറിൽ. അതില്ല, പോയി. പ്ലാനിൽ നിന്ന് 14,137 കോടി രൂപ പോയി. സാർ, പിന്നെയുള്ള കണക്ക് എന്താണ്? പിന്നെയുള്ള കണക്ക് 16ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷൻ 1.92% നികുതി വിഹിതം. അവരത് വർദ്ധിപ്പിക്കും. ഊഹമാണ്, വൈൽഡ് ഗസ്സാണ്. അത് അവർ വർദ്ധിപ്പിച്ച് അത് 2.8 ആക്കും. 2.8 ആക്കും. പക്ഷെ അവർ വർദ്ധിപ്പിച്ചു. പക്ഷെ 2.38 മാത്രമാണ് അവരാക്കിയത്. സർ, അപ്പോൾ എത്രയാ പോയത്? അപ്പോൾ വീണ്ടും ഒരു 5,000 കോടി കൂടി പോയി. മറ്റ് ചില പ്രതീക്ഷിത ഗ്രാന്റുകളിൽ നിന്ന് ഒരു 600 കോടി രൂപ പോയി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ വന്ന ഏതെങ്കിലും ഗവൺമെന്റ് ഇതുപോലൊരു അന്തരീക്ഷം ഫേസ് ചെയ്തിട്ടുണ്ടോ? 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അല്ലല്ല, ഞാൻ തീർത്തോട്ടെ, അതൊരു സംശയം ചോദിക്കാം. 20,500 കോടി ഇല്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. ഐ വിൽ ഗിവ് യു ആൻ ഓപ്പർച്യൂണിറ്റി. 20,500 കോടി രൂപ ഇല്ല. നീ എന്ത് ചെയ്യും? അതാണ് ഒരു വലിയ വെല്ലുവിളിയാണ്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ, ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതാണ് സാർ ഈ ധവളപത്രത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു, ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ, എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം. ഞാൻ ഇത് ടേബിളിൽ വെച്ച വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല സാർ, ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല. ഇതിനകത്ത് എല്ലാ കണക്കുകളുണ്ട്, എല്ലാ കണക്കുകളും. സാർ പറഞ്ഞു, അങ്ങ് പറഞ്ഞു ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. സാർ, ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ACS ഫിനാൻസ് ആണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ. ഞങ്ങൾക്ക് ഇന്നലെയാണ് റിപ്പോർട്ട് കിട്ടിയതെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തയ്യാറാക്കിയതാണ്. ഞാൻ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ 5 യോഗങ്ങളിൽ 2-3 മണിക്കൂർ പങ്കെടുത്ത ആളാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളാണ്. അതിൻ്റെ ഫ്രെയിം, ധനകാര്യ വകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ അതിൻ്റെ ചാപ്റ്റർ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിൽ, അതിൻ്റെ വൈറ്റ് പേപ്പറിൻ്റെ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിൽ, അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം, എല്ലാ ഫാക്റ്റും, ഇതിനകത്തുള്ള എല്ലാ കണക്കുകളും അത് കൗണ്ടർ ചെക്ക് ചെയ്തിട്ടാണ് സാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് അങ്ങ് പറഞ്ഞത് നല്ല ചോദ്യമാണ്. ഫാക്ട് ചെക്ക് ചെയ്യണം. ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ പുറത്തു വന്ന കുറെ കൗശലങ്ങളുണ്ട് ഇതിനകത്ത്. ആളുകളെ കബളിപ്പിക്കുന്ന കൗശലങ്ങളുടെ ചില കണക്കുകൾ കൂടിയുണ്ട്. ആ കണക്ക് കൂടി ഇതിനകത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. ആളുകളെ കളിപ്പിക്കാനുള്ളതല്ല കണക്കെന്ന് പറയുന്നത്. റിയലിസ്റ്റിക് ആയിരിക്കണം സാർ കണക്ക്. എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് പോകണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാർ, ഞാനൊരു ദീർഘമായിട്ടൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും പ്രസംഗിക്കുന്നില്ല, ഒരുപാട് സമയവും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ നമ്മൾ അറിയേണ്ടത്, ഒരു ഗവൺമെന്റ്
ആ ഗവൺമെന്റിന്റെ മുന്നിലുള്ള പ്രതിസന്ധികൾ ഇപ്പൊ പറഞ്ഞു, ധനപ്രതിസന്ധി. ആ ധനപ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഗവൺമെന്റ് കൊടുക്കേണ്ട പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സർ, ട്രഷറിയിൽ പൈസ വരും, പല രീതിയിൽ വരും. ഇത് IGST ഗ്രാൻഡിന്റെ പൈസ വന്നു, ലാസ്റ്റ് ആയപ്പോഴേക്കും വേറെ ചില കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാൻഡ് വന്നു. സർ, മെയ് 16-ാം തീയതി നമ്മൾ എന്നാണ് അധികാരത്തിലേറ്റെടുക്കുന്നത്? അതിന് ശേഷമാണ് 18-ാണ്. മെയ് 16-ാം തീയതി 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ. ഇവിടെ ഇരിക്കുന്ന ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ഒരു സ്റ്റാഫിന് 50,000 രൂപ സാലറി ഉണ്ടെന്ന് സങ്കല്പിക്കുക. 50,000 രൂപ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. 50,000 രൂപ. ആൾക്ക് 25,000 രൂപ പലചരക്കടയിൽ കൊടുക്കണം ശമ്പളം കിട്ടുമ്പോൾ. പുള്ളി പലചരക്കടയിൽ കൊടുക്കുന്നില്ല, അത് പോക്കറ്റിൽ വയ്ക്കുന്നു. പാല് മേടിച്ച കാശ് കൊടുക്കുന്നില്ല. 1-ാം തീയതി ആകുമ്പോൾ പാലുകാരൻ വരുമ്പോൾ കൊടുത്തില്ല. പത്രക്കാരൻ്റെ കാശ് കൊടുക്കുന്നില്ല. മനസ്സിലായേ? ആർക്കും കൊടുക്കുന്നില്ല. ആ ഇറച്ചിയും മീനും മേടിച്ച സ്ഥലത്ത് അവർക്ക് പോലും പൈസ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എൻ്റെ പോക്കറ്റിൽ 50,000 രൂപ ബാക്കിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ LSCD മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു, ലോക്കൽ ബോഡിയുടെ 3-ാം ഗഡു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? 1982 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? കയ്യിൽ പണം ഉണ്ടായിട്ട്. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ലയബിലിറ്റി എന്തൊക്കെയാണ്? നിങ്ങൾ എവിടെയെല്ലാമാണ് നിങ്ങൾ പണം കൊടുക്കാനുള്ളത്? നിങ്ങൾ ആ പണം കൊടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പണം കൊടുത്തിട്ടില്ല. പട്ടിക വിദ്യാർത്ഥികൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള പണം എത്രയാണെന്നറിയാമോ? 377 കോടി രൂപ. 6000 കോടി രൂപ ബാക്കി ട്രഷറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണ്ടേ? ആ 377 കോടി രൂപ കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? 21,000 കോടി രൂപ ജീവനക്കാർക്ക് DA അരിയസ് വെച്ചിട്ടാണ് സർക്കാർ ഇറങ്ങുന്നത്. അത് കൊടുത്തില്ലല്ലോ. എന്നാ 6000 കോടി ബാക്കിയുണ്ട്. ഒരു അരിയസ് കൊടുത്തേക്കാം, തീരുമാനിച്ചില്ലല്ലോ. പെൻഷനർമാർക്ക് 14,387 കോടി രൂപയുടെ അരിയസ് ഉണ്ട്. കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. ഞാനിനി അതും പോട്ടെ, അതെല്ലാം പോട്ടെ, ആ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ടല്ലോ ഒരു 2,893 കോടി രൂപ. ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് 6000 കോടി രൂപ ട്രഷറിയിലുണ്ട്. ഇനി നിങ്ങളെടുത്ത് ചെലവാക്കിക്കോ എന്ന് പറയുന്ന നിങ്ങൾ എന്തേ അത് കൊടുക്കാതെ പോയത്? 2,893 കോടി രൂപ ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ട സർക്കാരിന്റെ ഏജൻസിയാണ്, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിയാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തോ? എന്തിനാണ് ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ട് 476 കോടി ഇല്ലേ? ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് വിതരണം നടത്തി നല്ല മരുന്ന് കിട്ടാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുക. അവർക്ക് നല്ല മരുന്ന് വിതരണം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലേ ഈ പൈസ? കൊടുത്തില്ലല്ലോ. കൊടുത്തില്ല. 476 കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഞാനിപ്പോ കുറച്ച് സ്കീംസ് മാത്രമാണ് പറഞ്ഞത്. പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കാരുണ്യ സ്കീംസിൽ 2017 കോടിയുണ്ട്. നിരവധിയായിട്ടുള്ള ബാധ്യതകൾ. ഇപ്പൊ ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടൊരു കഥ ഉണ്ടാക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. 6000 കോടി ബാക്കി വെച്ചിട്ട് പോയിരിക്കുക. 16-ാം തീയതി നമ്മൾ അധികാരത്തിലേക്ക് 2000 കോടിയാണ്. ഞാനിതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ഈ വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ട്രഷറി ബാലൻസിനെ കുറിച്ചും ട്രഷറി ബാലൻസിന്റെ സിസ്റ്റത്തെ കുറിച്ചും. അത് ഓരോ സമയത്ത് ചിലപ്പോൾ പൈസ വരും, ഓരോ സമയത്ത് പൈസ വരും. പക്ഷേ നമ്മുടെ ലയബിലിറ്റീസ് അവിടെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ 50,000 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് നമ്മളോട് പറയാണ്, കണ്ട ശമ്പളം കംപ്ലീറ്റ് എൻ്റെ പോക്കറ്റിലുണ്ടെന്ന്. ഭാര്യയോടെ ഒന്ന് പറയാണ്, ഭാര്യയോട് എൻ്റെ പോക്കറ്റിലുണ്ട്, ഞാൻ ഒരു പൈസ ചിലവാക്കിയിട്ടില്ല. കൊടുക്കാനുള്ള കടക്കാർ വാതിൽ നിൽക്കുകയാണ്. വാതിൽ തുറന്ന പത്രക്കാരനും പാലുകാരനും പലചരക്കടക്കാരനും ഇറച്ചി മേടിച്ചവരും മീൻ മേടിച്ച കൊണ്ടുവന്ന ആ പാവപ്പെട്ട സ്ത്രീയൊക്കെ പുറത്തു നിൽക്കുകയാണ്. എന്നിട്ട് വാതിൽ അടച്ചിട്ട് അകത്ത് നിന്ന് ഭാര്യയോട് പറയാം, 50,000 രൂപ ഞാൻ അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. ഇതല്ലേ നടന്നത്?
ഞാൻ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാനാ. എന്നോട് ഒരുപാട് പേര് ചോദിക്കുക, സാറിന് നല്ല സുഖമായല്ലോ. ഞാൻ ചെന്തായി അല്ല ധനകാര്യ വകുപ്പല്ലേ? അതെ. ആ പഴയ മന്ത്രി 6000 കോടി ബാക്കി വെച്ചിട്ടല്ലേ പോയേക്കണത്, അടിച്ചു പൊളിക്കാമല്ലോ. അപ്പൊ അവരോടാണ് എന്നോട് ചോദ്യം ചോദിച്ച അവരോടാണ് ഞാൻ ഈ ഒരു ജീവനക്കാരൻ, ശമ്പളം കിട്ടിയ ജീവനക്കാരൻ്റെ കഥ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായില്ല. ഇതാണ് സാമ്പത്തിക അവസ്ഥ. സാർ, ഇതിന് മാറ്റമുണ്ടാകണം. സമ്പദ് വ്യവസ്ഥ ഞങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റിലെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഓരോ ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് വളരെ മോശമാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വളരെ കൂടുതലാണ്. ഒരുപാട് കാര്യം കിഫ്ബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ സാർ കിഫ്ബി ഉണ്ടാക്കിയപ്പോൾ ഉള്ള പ്രഖ്യാപനം? ഇന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് പറഞ്ഞു. എന്താ കിഫ്ബി കൊണ്ടുവന്നപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിന്ന് പ്രതിപക്ഷത്തിരുന്ന് ലീഗൽ ഒബ്ജക്ഷൻ നടത്തിയ ഒരാളാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്, നിങ്ങളുടെ പർപ്പസ് സെർവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആളാണ്. എന്താണ് ചെയ്യുന്നത്? ബജറ്റിൽ നിന്ന്, നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു തുക എടുത്തുകൊണ്ട് പോകുന്നു എല്ലാ വർഷവും. 2000-3000 കോടിയാണ്. അതായത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ സെസ്. അതാണ് കിഫ്ബിയുടെ ഒരു ബജറ്റിന് പുറത്താണ്, സർക്കാരിന് പുറത്താണെന്ന് പറയുന്ന സാധനമാണ്. അങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ നിന്നാണ് കൊണ്ടുവന്നത്. ബജറ്റേതര എക്സ്ട്രാ ബജറ്ററി ഇതാണ് സംഭവമായിട്ടാണ് അവതരിപ്പിച്ചത്. ഈ പൈസ അങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ബാക്കി കടം മേടിച്ചേക്കണ പലിശ നിരക്ക് കേട്ടാൽ നിങ്ങൾ തലചുറ്റി വീഴും. കടം മേടിച്ചേക്കണ നമ്മൾ ഗ്ലോബൽ ഫിനാൻസ് മാർക്കറ്റ് അറിയാവുന്ന ഒരാൾ കണ്ട ബോധം പോകും. ഈ റേറ്റിന് ഇൻട്രസ്റ്റ് റേറ്റിനാണ് പൈസ മേടിച്ചത്. ആ ബോറോയിങ് എന്തിൻ്റെ കെയർ ഓഫിലാണ്? സോവറിൻ ഗ്യാരണ്ടി ഓഫ് ദ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുക്കണം കടം മേടിക്കുന്നതിന്. ഇവിടുന്ന് പൈസ, ബജറ്റിൽ നിന്ന് പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അവരുടെ തുക. ഇനി ഈ തുക ഇവർക്ക് ഒറ്റയ്ക്ക് അടയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാ? ഒറ്റ സെൽഫ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കീമുമില്ല കിഫ്ബിയിൽ. ഞാനൊന്ന് കാല് പിടിച്ച് പറഞ്ഞു അന്നത്തെ ധനകാര്യമന്ത്രിയോട്, നിങ്ങളൊരു 50% പ്രോജക്റ്റ് നിങ്ങൾ സെൽഫ് ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് വെച്ചാൽ ഈ പൈസ അടച്ചു പോകും, സർക്കാരിൽ ബാധ്യത വരില്ല.